Our next topic is motion on a curve. Suppose a particle or body moves along a curve C so that its position at time t is given by the vector function vector r of t equal to f of t I plus g of t j plus h of t k. If f, g and h are twice differentiable functions of t, then the velocity vector v of t, acceleration vector a of t, and speed v of the object at time t are defined by vector v of t equal to r dash of t, which is equal to f dash of t I plus g dash of t j plus h dash of t k, and vector a of t equal to vector r double dash of t, which is equal to f double dash of t I plus g double dash of t j plus h double dash of t k, and v speed v equal to norm vector v of t, which is equal to norm r dash of t, which is equal to root f dash of t all square plus g dash of t all square plus h dash of t all square. അപ്പോൾ ഒരു കേവിലൂടെയുള്ള മോഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ കേവിലൂടെയുള്ള മോഷൻ ഉണ്ടാവണമെങ്കിൽ അതിലാദ്യം ഡിസ്റ്റൻസ് വേണം. എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു അല്ലേ? മോഷൻ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന, കേവിലൂടെ മൂവ് ചെയ്യുന്നതിന് അപ്പം എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു, പിന്നെ എത്ര ടൈം, പിന്നെ അതുപോലെ അതിൻ്റെ വെലോസിറ്റി, ആക്സലറേഷൻ, സ്പീഡ്, അതൊക്കെ നമുക്ക് പറയാം. ഒരു മോഷനാണ് കേവ് വെച്ചിട്ട് അതൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പം സി എന്ന് പറഞ്ഞ ആണ് നമ്മുടെ കേവ്. അപ്പം സി എന്ന് പറഞ്ഞ കേവിലൂടെ ടി ടൈമിൽ ഇത്ര ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ടി ടൈമിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പൊസിഷൻ ആണ് തന്നിരിക്കുന്നത് വെക്റ്റർ ആർ ഓഫ് ടി ആയിട്ട്. പൊസിഷൻ തന്നിരിക്കുന്ന വെക്റ്റർ ആർ ഓഫ് ടി. അപ്പം ഈ വെക്റ്റർ ആർ ഓഫ് ടി സൂചിപ്പിക്കുന്നത് പൊസിഷനാണ്. അപ്പോൾ വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ ആണ് പൊസിഷൻ. അപ്പോൾ പൊസിഷനിൽ നിന്ന് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാമല്ലോ. സീറോ വെക്ടറിൽ നിന്ന് പൊസിഷനിലോട്ട് ഉള്ള ഡിസ്റ്റൻസ് അല്ലേ? അപ്പോൾ എന്ന് വെച്ചാൽ വെക്ടർ ആർ ഓഫ് ടി തന്നെയായിരിക്കും ഡിസ്റ്റൻസിൻ്റെ വെക്ടർ ഫംഗ്ഷൻ. അപ്പോൾ ഇനി എഫും ജിയും എച്ചും എന്തായിരിക്കണം? ട്വൈസ് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത് ഇതാണ്. ഈ പൊസിഷൻ വെക്ടറിൻ്റെ ഡെറിവേറ്റീവ് ആണ് വെലോസിറ്റി വെക്ടർ. പിന്നെ ആക്സിലറേഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് ആണ് ആക്സിലറേഷൻ അല്ലേ? അപ്പോൾ എന്ന് വെച്ചാൽ ആർ ഡബിൾ ഡാഷ് ഓഫ് ടി. ഇനി സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെലോസിറ്റീൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമുക്കറിയാം അല്ലേ? അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റീൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ എന്ന് വെച്ചാൽ നോ വി ഓഫ് ടി. അപ്പോൾ അതെന്ന് പറയുന്നത് റൂട്ട് എഫ് ഡാഷ് ഓഫ് ടി ഓൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ഓൾ സ്ക്വയർ പ്ലസ് എച്ച് ഡാഷ് ഓഫ് ടി ഓൾ സ്ക്വയർ. അപ്പോൾ ഒരു കേവിൻ്റെ മോഷനെ പറ്റി നമുക്ക് ഇത്രയും കാര്യങ്ങളെ കൂടുതലായിട്ട് പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ പൊസിഷൻ വെക്ടർ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ സ്പേസ് അറ്റ് ടൈം ടി ഈസ് വെക്ടർ ആർ ഓഫ് ടി ഈക്വൽ ടു ടി പ്ലസ് 1i പ്ലസ് ടി സ്ക്വയർ മൈനസ് 1j പ്ലസ് 2tk. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ ഫൈൻഡ് ദ പാർട്ടിക്കിൾസ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ വെക്ടേഴ്സ്. ബി പാർട്ട് ഫൈൻഡ് ദ പാർട്ടിക്കിൾസ് സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് മോഷൻ അറ്റ് ടി ഈക്വൽ ടു 1. സി ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ വെക്ടേഴ്സ് അറ്റ് ടി ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ സ്പീഡ് വരെയുള്ളതേ പഠിച്ചിട്ടുള്ളൂ അല്ലേ? ഡയറക്ഷനും അതുപോലെ ആംഗിൾ അത് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷെ നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് മോഷൻ കാണാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെലോസിറ്റി ഇപ്പോൾ അറ്റ് ടി ഈക്വൽ ടു 1 ഇപ്പോൾ ഡയറക്ഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി. ഇപ്പോൾ ഡയറക്ഷൻ അറ്റ് ഏതെങ്കിലും പോയിന്റാണ് തന്നിരിക്കുന്നെങ്കിൽ വെലോസിറ്റി അറ്റ് ടി നോട്ട് ഡിവൈഡ് ബൈ അതിൻ്റെ നോമ് കൊണ്ട് ചെയ്താൽ എന്ന് വെച്ചാൽ യൂണിറ്റ് വെക്ടർ കിട്ടുമ്പോൾ അല്ലേ? വെലോസിറ്റി ഡിവൈഡ് ബൈ അതിൻ്റെ നോം ചെയ്താൽ നമുക്ക് ഡയറക്ഷൻ കിട്ടും. പിന്നെ അതുപോലെ ആംഗിൾ കിട്ടാനായിട്ട്
രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ആംഗിളാണ്. അപ്പോൾ രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള കോസ് ആംഗിൾ കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ രണ്ട് വെക്ടറുകൾ ഇപ്പോൾ അറ്റ് ടി നോട്ടിലാണ് പറഞ്ഞേക്കുന്നതെങ്കിൽ വി ഓഫ് ടി നോട്ട് ഡോട്ട് എ ഓഫ് ടി നോട്ട് ഡിവൈഡഡ് ബൈ നോം വി ഓഫ് ടി നോട്ട് ഇൻറ്റു നോം എ ഓഫ് ടി നോട്ട് ചെയ്താൽ മതി. രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ആംഗിൾ ആണ്, അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടിട്ട് അതിന് നോമിൻ്റെ പ്രൊഡക്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് വെലോസിറ്റി കാണാൻ വേണ്ടി വെലോസിറ്റി വെക്ടർ വി ഓഫ് ടി വെലോസിറ്റി വെക്ടർ വി ഓഫ് ടി ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി. ആർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എടുത്ത് എഴുതാം കേട്ടോ ആദ്യം. അപ്പോൾ ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, ടി പ്ലസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് 1, അപ്പോൾ ഐ പ്ലസ് 2tj പ്ലസ് 2k. അടുത്തത് ആക്സിലറേഷൻ. വെക്ടർ എ ഓഫ് ടി ഈക്വൽ ടു ആർ ഡബിൾ ഡാഷ് ഓഫ് ടി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ 1ൻ്റെ ഡെറിവേറ്റീവ് 0, 2tൻ്റെ ഡെറിവേറ്റീവ് 2j, 2ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ 2j ആണ് കിട്ടുന്നത്. അപ്പോൾ ആക്സിലറേഷനും വെലോസിറ്റിയും കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് പാർട്ട് സ്പീഡും ഡയറക്ഷനും കാണും. സ്പീഡ് ഡയറക്ഷനും കാണാൻ വേണ്ടി ബി പാർട്ട് സ്പീഡ് നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് വി കൊണ്ടാണ്. എന്ന് വെച്ചാൽ നോ വി ഓഫ് ടി അല്ലെ, വി ഓഫ് ടി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചായിരുന്നു, അതിൻ്റെ നോമ് കാണാം. അറ്റ് ടി ഈക്വൽ ടു 1 ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പം നോം വി ഓഫ് 1 ചെയ്യണം. സ്പീഡ് അറ്റ് ടി ഈക്വൽ ടു 1 കൊടുക്കാം. അപ്പോൾ നോം വി ഓഫ് 1. വി ഓഫ് 1 എത്രയാ? വി ഓഫ് 1 എന്ന് പറയുമ്പോൾ ഐ പ്ലസ് 2j പ്ലസ് 2k. പിന്നെ നോം എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 4 പ്ലസ് 4 8 പ്ലസ് 9 അല്ല 8 പ്ലസ് 1 9. അപ്പോൾ 9ൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 3 വരും. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് 3 കിട്ടി. ഇനി നമുക്ക് ഡയറക്ഷൻ കാണാം. സ്പീഡ് 3 കിട്ടി. ഇനി ഡയറക്ഷൻ ഓഫ് മോഷൻ. സ്പീഡ് കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് മോഷനാണ് ഇതിൽ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ അറ്റ് ടി ഈക്വൽ ടു 1 ഇത് വരും വെക്ടർ വി ഓഫ് 1 ഡിവൈഡ് ബൈ നോം വി ഓഫ് 1. വി ഓഫ് 1 നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. എന്താ ഐ പ്ലസ് 2j പ്ലസ് 2k. അതിൻ്റെ നോം നമ്മൾ കണ്ടുപിടിച്ചിരുന്നു എത്രയാ 3. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 1/3 ഐ പ്ലസ് 2/3j പ്ലസ് 2/3k. ഇപ്പം ഡയറക്ഷൻ എന്ന് പറഞ്ഞതാണ്. ഈ വെക്ടറിൻ്റെ ഡയറക്ഷനിലായിരിക്കും നമ്മുടെ വെക്ടർ മൂവ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സി പാർട്ട് ആംഗിൾ കണ്ടുപിടിക്കാം. അറ്റ് ടി ഈക്വൽ ടു 1 ആംഗിൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം എന്താ കോസ് തീറ്റ എന്ന് പറയുന്നത് ആംഗിളിൻ്റെ കോസ് വാല്യൂ എന്ന് പറയുന്നതായിരിക്കും വെക്ടർ വി ഓഫ് 1 ഡോട്ട് വെക്ടർ എ ഓഫ് 1 ബൈ നോം വി ഓഫ് 1 ഇൻറ്റു നോം എ ഓഫ് 1. ഇതെന്ന് വെച്ചാൽ ദ കൊസൈൻ ഓഫ് ആംഗിൾ തീറ്റ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ വെക്ടർ അറ്റ് ടി ഈക്വൽ ടു 1. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൻ്റെ കൊസൈനാണ് കിട്ടുന്നത് നമുക്ക്. ഇപ്പോൾ വി ഓഫ് 1 എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു.
I plus 2j plus 2k. വെക്ടർ വി ഓഫ് ടിയിൽ ടിക്ക് 1 ഇട്ട് കൊടുക്കാം. അതുപോലെ വെക്ടർ എ ഓഫ് ടിയിൽ ടി ഇല്ല അവിടെ, അപ്പോൾ നമുക്ക് 2j തന്നെ വരും. ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 2 × 2 4 വരും. ഡിവൈഡഡ് ബൈ നോം വി ഓഫ് 1 എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയത്? 3. പിന്നെ നോം എ ഓഫ് 1 എന്ന് പറയുന്നത് 2² റൂട്ട്, ഇപ്പം 2 അല്ലേ. അപ്പം നമുക്ക് എന്ത് വരും? 4/3 × 2 4/6 എന്ന് വെച്ചാൽ 2/3. cos theta = 2/3. therefore angle between acceleration vector a of t and v of t at t = 1 is cos inverse 2/3. തീറ്റ എന്ന് പറയുന്നത് cos inverse 2/3 ആണ്. ഇതാണ് നമ്മുടെ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ആംഗിൾ കണ്ടുപിടിക്കാനും ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം.